ഇന്ത്യൻ എഴുത്തുകാരിയും പത്രപ്രവർത്തകയുമായ കെ.ആർ. മീരയുടെ ജീവചരിത്രം. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ പ്രൊഫസർമാരായ രാമചന്ദ്രൻ പിള്ളയുടെയും അമൃതകുമാരിയുടെയും മകളായി 1970 ഫെബ്രുവരി 19 കെ.ആർ. മീര ജനിച്ചു. ശാസ്താംകോട്ടയിലെ ഡി.ബി. കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലുള്ള ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1993 കോട്ടയം ആസ്ഥാനമായുള്ള മലയാളം ദിനപത്രമായ മലയാള മനോരമയിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്തിരുന്നു. എന്നാൽ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആ ജോലി രാജിവെച്ചു. രാജിവെക്കുമ്പോൾ മലയാള മനോരമയുടെ സീനിയർ എഡിറ്ററായിരുന്നു. പത്രത്തിൽ നിയമനം ലഭിച്ച ആദ്യ വനിതാ പത്രപ്രവർത്തകയാണ് അവർ. അവരുടെ പത്രപ്രവർത്തന ജീവിതത്തിനിടയിൽ അവർ നിരവധി കഥകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും അവർക്ക് നേടിക്കൊടുത്തു. 2000 മാതൃഭൂമി മാസികയ്ക്ക് സമർപ്പിച്ച ഒരു കഥയാണ് അവരുടെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച കൃതി. 2002 അവരുടെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമായ ഓർമ്മയുടെ ഞരമ്പ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം 5 ചെറുകഥാ സമാഹാരങ്ങളും 2 നോവലുകളും 2 ബാലസാഹിത്യ കൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ ആരാച്ചാർ എന്ന നോവൽ മലയാള ഭാഷയിൽ നിർമ്മിച്ച ഏറ്റവും മികച്ച സാഹിത്യങ്ങളിൽ ഒന്നായി പരക്കെ കണക്കാക്കപ്പെടുന്നു. ഇത് ഇവരുടെ മാസ്റ്റർ പീസായും കണക്കാക്കപ്പെടും. മച്ചകത്തെ തച്ചൻ, കരിനീല, മാലാഖയുടെ മറുകുകൾ, ശൂർപ്പണേഖ, അലിഫ് ലൈല, ഘാതകൻ, ഒറ്റപ്പാലം കടക്കുവോളം, മീര സാധു, നേത്രോന്മീളനം, യുദ്ധത്തിന്റെ സുവിശേഷം, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഖബർ എന്നിവ അവരുടെ കൃതികളിൽ ചിലതാണ്. സീരിയലുകളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഇവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരേ കടൽ എന്ന ചിത്രത്തിന് എഴുത്തിൽ അസോസിയേറ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഔവ്വേ മരിയ എന്ന ചെറുകഥയ്ക്ക് 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിലുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള അന്വേഷണ പരമ്പരയ്ക്ക് 1998 പത്രപ്രവർത്തനത്തിനുള്ള PUCL ഹ്യൂമൻ റൈറ്റ്സ് ദേശീയ അവാർഡ് നേടി. കുട്ടികളെക്കുറിച്ചുള്ള ഒരു പരമ്പര അവർക്ക് 2001 ബാലാവകാശത്തിനുള്ള ദീപാലയ നാഷണൽ ജേർണലിസം അവാർഡ് നേടിക്കൊടുത്തു. 2002 പ്രസിദ്ധീകരിച്ച ഓർമ്മയുടെ ഞാറമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തിയ ഗീതാ ഹിരണ്യൻ എൻഡോവ്മെന്റ് അവാർഡും അങ്കണം സാഹിത്യ അവാർഡും ലഭിച്ചു. കൂടാതെ ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ചൊവ്വര പരമേശ്വരൻ അവാർഡ്, ലളിതാംബിക സാഹിത്യ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലയാള മനോരമയിൽ പത്രപ്രവർത്തകനായ ഭർത്താവ് MS ദിലീപിനൊപ്പം കോട്ടയത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ ഏക മകൾ ശ്രുതി.